ഹേ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു KTM നമ്മുടെ ചാനൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. KTM 390 അഡ്വഞ്ചർ എക്സ്. ഫ്രണ്ടിൽ നിന്ന് ലുക്ക് അതാര ലുക്കാണ്. നമ്മുടെ ടവറിങ് ഹെഡ് ലാമ്പ്സ് സൈഡിൽ നിന്നാണെങ്കിലും നല്ലൊരു അഡ്വഞ്ചർ ബൈക്കിൻ്റെ വൈബ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ടയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ 17 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. സസ്പെൻഷൻ പറഞ്ഞാൽ WP അപ്പെക്സിൻ്റെ മോണോഷോക്കാണ് വരുന്നത്. 10 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിലിറ്റി ഉണ്ട്. ബാക്കിൽ നിന്ന് നോക്കിയാൽ ഭയങ്കര ടൈഡി ഒരു ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബിഗ് ബ്രദർ അഡ്വഞ്ചർ ബൈക്സ് KTMലുണ്ടല്ലോ, ആ ഒരു ലുക്ക് ഈ വണ്ടിയിൽ വളരെയധികം എനിക്ക് എൻജോയബിളായിട്ട് തോന്നി. വണ്ടിയുടെ ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ക്ലസ്റ്ററാണ്. പിന്നെ USB ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ക്രൂയിസ് കൺട്രോൾ, ഇത് ഹസാർഡ്, അപ്പ് ആൻഡ് ഡൗൺ, എൻഡ്, ബാക്ക്, ഇൻഡിക്കേറ്റർ, ഹോൺ. പിന്നെ കാണുന്നത് കസ്റ്റം സ്വിച്ചാണ്. പിന്നെ പ്ലസും മൈനസും കാണുന്നത് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്പീഡ്. പിന്നെ ഇപ്പോൾ കിൽ സ്വിച്ച് ഉണ്ട്. പിന്നെ അവിടെ ഇഗ്നിഷൻ സ്വിച്ചും ഉണ്ട്. നമുക്ക് ഈ വണ്ടിയുടെ മീറ്റർ കൺസോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ബ്രൈറ്റ് കളേഴ്സ്, ഒരു രസമുള്ള രീതിയിൽ തന്നെയാണ് മീറ്റർ കൺസോൾ ചെയ്തിരിക്കുന്നത്. നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ കോൺഫിഗർ ചെയ്യാം. ഇതിൻ്റെ ഒരു കാര്യം വന്നിരിക്കുന്നത് റൈഡ് മോഡ്സ് ആണ്. റൈഡ് മോഡ്സ് ഓഫ് റോഡ് ഉണ്ട്, സ്ട്രീറ്റ് ഉണ്ട്, റെയിൻ ഉണ്ട്. ഈ ഒരു പടത്തിൽ കാണുന്ന പോലെ നമുക്ക് ഫ്യൂവൽ, ബാറ്ററി എന്ന ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവിടെ ട്രിപ്പ് 1, ട്രിപ്പ് 2, ഫ്യൂവൽ റേഞ്ച് അങ്ങനത്തെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഓഡോമീറ്റർ, സർവീസ് വാർണിങ്സ് അങ്ങനത്തെ ഡീറ്റെയിൽസ്. പിന്നെ ക്രൂയിസ് കൺട്രോൾ വേറെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മെനുവിൻ്റെ അകത്ത് വേറെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഫേവറേറ്റ്സ്, ക്വിക്ക് സെലക്ട്, കസ്റ്റം സ്വിച്ച്, കണക്ടിവിറ്റി, ഷിഫ്റ്റ് ലൈറ്റ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഈ വണ്ടി കാണാൻ കിട്ടും. ഈ ഒരു ബൈക്ക് എങ്ങനെയുണ്ട് ഓടിക്കാൻ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ എൻജിൻ സ്പെക് ആ ഏരിയയിലേക്കും ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്കും അതുപോലെ വിലയിലേക്കും ഇതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് പോകാം. ഈ ബൈക്ക് അത്യാവശ്യം സ്പീഡിൽ ഓടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം പറയാം, ഈ ഒരു ബൈക്കിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ വർക്ക് ചെയ്യുന്നത് റെവ് ചെയ്ത് ഓടിക്കുമ്പോഴും അതുപോലെ ഹാർഷായിട്ട് നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും അതുപോലെ നല്ല രീതിയിൽ റെവ് ചെയ്ത് ഓടിക്കുമ്പോഴാണ് ഈ വണ്ടിയുടെ ക്വിക്ക് ഷിഫ്റ്റർ ഏറ്റവും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നത്. സ്പീഡ് കുറവാണോ ആണെങ്കിൽ ക്ലച്ച് ഉപയോഗിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ നല്ല രീതിയിൽ റെവ് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് ഈ വണ്ടിയുടെ ക്വിക്ക് ഷിഫ്റ്റ് ഫീൽ സോ ഗുഡ്. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് പോലും. റൈഡിങ് ട്രയാങ്കിൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭയങ്കര കംഫർട്ടബിളാണ്. ആസ് എ അഡ്വഞ്ചർ ബൈക്കേഴ്സ് ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ ആ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, ഈ ടവർ ചെയ്തിരിക്കുന്ന സ്ക്രീൻ, അത് നമുക്കൊന്ന് ഗെറ്റ് യൂസ് ടു ആകാൻ ഇച്ചിരി സമയം എടുക്കും. പക്ഷേ റൈഡിങ് കംഫർട്ട് അല്ലെങ്കിൽ റൈഡേഴ്സ് ട്രയാങ്കിൾസ് റിയലി ഗുഡ്. ഭയങ്കര കംഫർട്ടബിളാണ്. ലോങ് ഡിസ്റ്റൻസ് ഹോളിന് ഒരു ഇഷ്യൂ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ലച്ചിലേക്കും ഗിയർ ബോക്സിലേക്കും നമ്മൾ പോകുമ്പം ആസ് വി ഓൾറെഡി ഡിസ്കസ്ഡ്, ക്വിക്ക് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നത് റെവ് ചെയ്ത് ഓടിക്കുമ്പോഴാണ്. സിറ്റി കൂടെ നമ്മൾ ക്രോളിങ് ട്രാഫിക്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്പീഡിൽ നമ്മൾ പോകുമ്പം ക്വിക്ക് ഷിഫ്റ്റ് ഡസൻ വർക്ക് ദാറ്റ് വെൽ. ഒരു ജേർക്ക് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് റെവ് ചെയ്ത് ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്താണ് ക്വിക്ക് ഷിഫ്റ്റ് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയത്. ആൻഡ് ക്ലച്ച് ഇസ് വെരി ലൈറ്റ്, സോ ക്ലച്ച് ഉപയോഗിച്ച് ഗിയർ മാറുന്നത് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അങ്ങനെ മിസ്സിങ് ഒന്നും തന്നെ ഗിയേഴ്സ് എനിക്ക് തോന്നിയില്ല. ഐ വാസ് വെരി മച്ച് ഇറ്റ് ഈസ് വെരി മച്ച് എൻജോയബിൾ ഡൂയിങ് ദ ഗിയർ ഷിഫ്റ്റ് വിത്ത് ദ ക്ലച്ച് ഓൾസോ. ബ്രേക്ക് ബൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ വാസ് പ്രിറ്റി ഹാപ്പി വിത്ത് ഹൗ ദ ബ്രേക്സ് ആർ. ഫ്രണ്ട് ആൻഡ് ബാക്ക് ദേ ഡു വർക്ക് പ്രോപ്പർലി. പക്ഷേ ടയേഴ്സ് ഐ ഫെൽറ്റ് എ ബിറ്റ് മോർ ഗ്രിപ്പ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. പിന്നെ ആ ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ ഓഫ് റോഡ് ടയേഴ്സിൻ്റെ ഒരു തൊള്ളതുകൊണ്ടായിരിക്കും ഐ വുഡ് ഹാവ് പ്രിഫർഡ് എ ബിറ്റ് മോർ ഗ്രിപ്പ് ഫ്രം ദ ടയേഴ്സ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ അഡ്വഞ്ചർ എക്സിൻ്റെ റിവ്യൂ അല്ലേ ചെയ്യുന്നത്. അപ്പം ആ വണ്ടിക്ക് വരുന്നത് 19 ഇഞ്ചിൻ്റെ ടയറാണ്. അത് അഡ്വഞ്ചർ 6 ആണെങ്കിൽ 21 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. സോ 19 ഇഞ്ച് ടയർ ഐ എം റിയലി യൂസ്ഡ് ടു. അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്കൊരു ഇഷ്യൂ എനിക്ക് തോന്നുന്നില്ല. ഉദ്ദേശിക്കുന്ന രീതിക്ക് വണ്ടി നമുക്ക് വെട്ടിച്ചെടുക്കാനും ഓടിക്കാനും ലൈക്ക് ഐ വാസ് ഹാപ്പി വിത്ത് ദ ഹാൻഡ്ലിങ്. അതിനകത്ത് എനിക്കൊരു കംപ്ലയിൻറ്റും പറയാനില്ല. കംപ്ലയിൻറ്റ് പറയാൻ തോന്നിയ ഒരു ഏരിയ ഉണ്ട്, ഈ വണ്ടിയുടെ റിയർ വ്യൂ മിറേഴ്സ്. 2 കൈ വെച്ച് പിടിച്ചിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമാണോന്ന് അറിയില്ല, പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന സാധനം ഈ വണ്ടിയുടെ റിയർ വ്യൂ മിറേഴ്സിന് ഇല്ല. ഷോക്സിലേക്ക് വരുമ്പോൾ WP അപ്പെക്സിൻ്റെ ഷോക്സ് ആണ്. ഈ വണ്ടിക്ക് ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ അല്ല, ബാക്കിൽ പ്രീലോഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. സോ ഷോക്സും കംഫർട്ടബിൾ, ഹാപ്പി വിത്ത്. ബൈക്കിൻ്റെ എൻജിൻ സൈഡ് നമുക്ക് നോക്കാം. ഈ വണ്ടി വരുന്ന സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് ലിക്വിഡ് കൂൾ TOHC എഞ്ചിനാണ്. 399 cc ആണ്.
മാക്സിമം പവർ വരുന്നത് 46 PS അറ്റ് ദ റേറ്റ് 8500 RPM, മാക്സിമം ടോർക്ക് 39 Nm അറ്റ് ദ റേറ്റ് 6500 RPM. ട്രാൻസ്മിഷൻ വരുന്നത് 6 സ്പീഡ് മാനുവൽ വിത്ത് അസിസ്റ്റ് ആൻഡ് സ്ലിപ്പർ ക്ലച്ചാണ്. ടോപ്പ് സ്പീഡ് 160 എടുത്ത് അടിച്ചു എന്നാണ് നമ്മൾ ഓൺലൈനിൽ നിന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സീറ്റ് ഹൈറ്റ് വരുന്നത് 825 mm ആണ്. ടാങ്ക് കപ്പാസിറ്റി 14 ലിറ്ററാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 232 mm ആണ്. വെയ്റ്റ് വിതൗട്ട് ഫ്യൂവൽ 165, വെയ്റ്റ് ഫുള്ളി ഫ്യൂവൽ 176 കിലോ. ഇപ്പോൾ ഉള്ള KTM അഡ്വഞ്ചർ 390 കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് 3 വേരിയൻറ്റിനെ എടുത്ത് നമ്മൾ സംസാരിക്കേണ്ട ഒരു ആവശ്യകത വരുന്നുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യത്തെ വേരിയൻറ്റ് അതാണ് KTM 390 അഡ്വഞ്ചർ X. ഇത് ലൈറ്റ് ടൂറിങ്ങും അതുപോലെ കൂടുതൽ സമയം റോഡിൽ കൂടെ പോകുന്നവർക്കുള്ള വണ്ടിയാണ്. ഇതിൽ വരുന്നത് വീല് 19 ഇഞ്ച് ഫ്രണ്ട്, 17 ഇഞ്ച് റിയറും അലോയ് ടയേഴ്സാണ്. സസ്പെൻഷൻ WP Apex-ൻ്റെ ആണ്. ഫ്രണ്ട് ഫോക്സ് അഡ്ജസ്റ്റബിൾ ഉള്ള, റിയർ ഷോക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഉള്ളത്. എല്ലാ വേരിയൻസിനും ഡ്യുവൽ ചാനൽ ABS ഉണ്ട്. പക്ഷേ അഡ്വഞ്ചർ Xൽ കോർണറിങ് ABSഉം ഇല്ല, ട്രാക്ഷൻ കൺട്രോളും ഇല്ല. അതുപോലെ തന്നെ LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഹയർ വേരിയൻസിൽ TFT ആണ്. പിന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് ഏറ്റവും താഴെയാണ്, 825 mm ആണ്. അതുകൊണ്ട് ഇറ്റ് ഇസ് എ ബിറ്റ് മോർ ആക്സസിബിൾ. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വണ്ടി KTM 390 അഡ്വഞ്ചർ ആണ്, അല്ലെങ്കിൽ S. ഇതൊരു വെൽ ബാലൻസ്ഡ് വണ്ടിയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ 19 ഇഞ്ചും ബാക്കിൽ 17 ഇഞ്ചിൻ്റാണ് ടയർ വരുന്നത്. ഇതിൻ്റെ ഫുള്ളി അഡ്ജസ്റ്റബിൾ WP Apex ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇലക്ട്രോണിക്സ് ഫുള്ളി ലോഡഡ് ആണ്. അതിന് എന്ന് വെച്ചാൽ കോർണറിങ് ABS ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, 5 ഇഞ്ച് കളർ TFT ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. KTM ഉദ്ദേശിക്കുന്ന ലോങ് ഡിസ്റ്റൻസ് ടൂറിങ് അല്ലെങ്കിൽ വീക്കെൻഡ് ട്രെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. ഇനി രാജാന ഭാവ സാധനമാണ് മൂന്നാമത്തെ KTM 390 അഡ്വഞ്ചർ R. ഇത് കണ്ടാൽ തന്നെ ഗൈസ് അഡാർ ലുക്കാണ് കേട്ടോ. ഇതിൻ്റെ വീല് വരുന്നത് 21 ഇഞ്ച് ഫ്രണ്ടിൽ, ബാക്കിൽ 18 ഇഞ്ചുമാണ്. ഇതിന് ഹെവി ഡ്യൂട്ടി WP Apex വിത്ത് ഇൻക്രീസ് ട്രാവൽ, ഒരു 230 mm ട്രാവലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 272 mm ആണ്. സീറ്റ് ഹൈറ്റ് 880 mm ആണ്. ഇതിന് നല്ല പൊക്കമുള്ള ആൾക്കാർക്ക്, അതുപോലെ ചലഞ്ച് ചെയ്യാനുള്ള ഓഫ് റോഡ് ചലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാണിത്. KTM 390 അഡ്വഞ്ചർ X 2 കളേഴ്സിലാണുള്ളത്, ഇലക്ട്രോണിക് ഓറഞ്ച് ആൻഡ് സെറാമിക് വൈറ്റ്. അത് എസിലും എക്സിലും ഉണ്ടത്. ആറിന് ഓറഞ്ച് കളർ മാത്രമാണുള്ളത്. പ്രൈസിലേക്ക് നമ്മൾ കിടക്കുവാണെങ്കിൽ KTM 390 അഡ്വഞ്ചർ X ഷോറൂം വില വരുന്നത് 3,29,990 രൂപയും, അഡ്വഞ്ചർ 6 വരുന്നത് 3,79,887 രൂപയും, അഡ്വഞ്ചർ വരുന്നത് 3,98,717 രൂപയുമാണ്. KTM 390 അഡ്വഞ്ചർ Xന് 4 years പ്രീമിയം മാനുഫാക്ചേഴ്സ് വാറൻറ്റി കൊടുക്കുന്നുണ്ട്. ബൈക്കിൻ്റെ ഒരു സമ്മറി പറയുവാണെങ്കിൽ ഐ ആം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ബൈക്ക്. ഹൈവേ പോകുമ്പം ദ ക്വിക്ക് ഷിഫ്റ്റ് വർക്ക്സ് സോ സ്മൂത്ത്. സിറ്റി കൂടെ പോകുമ്പം യൂസ് ദ ക്ലച്ച്, അതാണ് ബെറ്റർ. ലൈറ്റ് ക്ലച്ചാണ്, ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനേ ഉള്ളൂ. ഞാൻ ഈ ഒരു ബൈക്ക് എടുത്ത് KTM ബൈക്കിലെ എന്നാണ്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നതാണ്. ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്ത സമയത്ത് കുറച്ച് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അത് തീർന്നോന്ന് എനിക്ക് കൃത്യം അറിയില്ല. പക്ഷേ നിങ്ങൾ വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തൊക്കെയാണ് ഓഫേഴ്സ് എന്നോ ഉറപ്പായിട്ടും നിങ്ങൾ ചോദിച്ച് ആ ഓഫേഴ്സ് ഉപയോഗപ്പെടുത്താൻ നോക്കുക. ഇതുപോലെ കൂടുതൽ കാറുകളുടെയും ബൈക്കുകളുടെ വിശേഷങ്ങൾ അറിയാനും ടെസ്റ്റ് ഡ്രൈവ് വീഡിയോസ് കാണാനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് നമുക്ക് പവർ തരും. നമുക്ക് ഇപ്പോൾ ഇത് വണ്ടികൾ ചോദിക്കാൻ കൂടുതൽ എളുപ്പമാകും. ഒരു സ്ക്രാം 440 വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നാളായി. അപ്പം ഈ വരുന്ന ദിവസങ്ങളിൽ അതുമായിട്ട് പിന്നെ ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഡു കീപ് സപ്പോർട്ടിങ് മീ. ഇറ്റ് മീൻസ് എ ലോട്ട്. ഇറ്റ് മീൻസ് so much to me. Thank you guys. Have a great rest of the day. Bye.